സ്വാലിഹ്, നമുക്കറിയാം നമ്മുടെ മതേതര ഒരു ഫാബ്രിക്കിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നീങ്ങുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ നിലമ്പൂർ അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും തീവ്രമായ തലത്തിലേക്ക് അവരുടെ മാധ്യമങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ മാറുകയാണ്. ഒരു സൈനൈഡ് ഒരു തുള്ളി മതി എന്ന് പറയുന്ന പോലെ ഈ സമൂഹത്തിൻ്റെ മതേതര സ്വഭാവത്തെ ആകെ അവർ വല്ലാതെ നശിപ്പിക്കുകയാണ്. ഇത്രയും മതേതരമായി മുന്നോട്ട് പോകുന്ന എല്ലാ ജാതി മതസ്ഥരും മതവിഭാഗങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നീങ്ങുന്ന ഒരു സംസ്ഥാനത്ത് അവർ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ കെ ശൈലജയെയും എം സ്വരാജിനെയും അടക്കമുള്ളവരെ വർഗീയ ചാപ്പ കുത്തുകയാണ്. ഇടത് ഹിന്ദുത്വം എന്ന ലേബൽ അടിച്ച് കേരളത്തിലെ മതേതര ഇടത് നേതാക്കന്മാരെ ചാപ്പ കുത്തുകയും മുസ്ലിങ്ങളാകെ ഇവിടെ ഒലിച്ചു പോവുകയാണ്. ഒരു തവണ കൂടി ഇവിടെ ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളാകെ ഇവിടെ ഇല്ലാതാകും, ഇവിടെ BJP വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പുലി വരുന്നേ എന്ന മട്ടിൽ ഇവർ ഈ വർഗീയത ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതിനെല്ലാ പിന്തുണയും കൊടുക്കുകയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഒരുപറ്റം കോൺഗ്രസ് നേതാക്കളും. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ അവരുടെ ബൗദ്ധികമായ തലവും കോൺഗ്രസിൻ്റെ ഒരുപറ്റം ആൾക്കാരുടെ ബൗദ്ധികമായ തലവും കൂടി ഈ ജമാഅത്ത് ഇസ്ലാമി ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം അടക്കം ഇവർ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ ആ പ്രകീർത്തനങ്ങൾ കേൾക്കുകയായിരുന്നു ഈ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഈ സമൂഹത്തെ വല്ലാതെ വർഗീയവൽക്കരിക്കുന്നതിൻ്റെ ഒന്നാം പറ്റത്ത് നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന സമീപനം ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പ്രത്യക്ഷമായി തന്നെ ചൂണ്ടിക്കാണിച്ചത് എന്ന് നമുക്ക് കരുതേണ്ടി വരില്ലേ സ്വാലിഹ്? ഷമ്മി, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് UDF ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു സഖ്യമുണ്ടാക്കാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലാണ് വളരെ വ്യക്തമായി തന്നെ ഒരു സഹകരണം എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നേരത്തെയും നമുക്ക് മലപ്പുറം ജില്ലയിൽ UDFനെ സഹായിക്കുന്ന അതല്ലെങ്കിൽ പരസ്യമായി പാർലമെന്റിലേക്കൊക്കെ UDFന് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങുന്നത് കണ്ടിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിക്ക് വർഗീയ നിലപാടുകളില്ല എന്ന് പറഞ്ഞ് അവരെ ഒരു സഖ്യകക്ഷിയെ പോലെ തന്നെ സഹകരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ്. ന്യൂനപക്ഷങ്ങളുടെ ഒരു വോട്ടിലെ ഏകീകരണം ഇത് UDFന് അനുകൂലമായി ഉണ്ട് എന്ന് പൊതുവിൽ UDF നേതാക്കൾ വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ ഉണ്ടായി എന്ന ഒരു വിലയിരുത്തൽ മുസ്ലിം ലീഗിനെല്ലാം ഉണ്ട്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം UDFന് അനുകൂലമായി ഉണ്ടായി എന്ന് വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അത്തരം ഒരു നിലയിലേക്ക് കൊണ്ടുപോകാൻ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സൗഹൃദം അവർക്ക് ഉപകാരപ്പെട്ടു എന്നാണ് UDF നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു സാഹചര്യം മലബാറിലെയൊക്കെ മുസ്ലിം സമുദായങ്ങളുമായി എളുപ്പത്തിൽ ഇടപെടാൻ കഴിയുന്ന മാധ്യമ ശൃംഖല അവർക്കുണ്ട്. സമൂഹ മാധ്യമങ്ങളിലുള്ള വലിയ വിഭാഗം, അതിനുള്ള ഒരു നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന അത്തരം ആളുകളുണ്ട്. ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പൊതുവിൽ UDF നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ തുടർച്ചയായി പിന്തുണച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത്. പക്ഷേ ഈ പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമയത്ത് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന നേതാവും അവരുടെ ഷൂറ അംഗമൊക്കെ ആയിരുന്ന IPHന്റെ ഡയറക്ടറായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അങ്ങനെ മൗദൂദിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇസ്ലാമിക രാഷ്ട്രവാദം എന്ന ആശയത്തിൽ നിന്ന് മൗദൂദിയോ അല്ലെങ്കിൽ മൗദൂദിയെ പിന്തുടരുന്ന ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കോ പിന്മാറാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഹുക്കൂമത്തെ ഇലാഹി എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും പരിഗണിക്കാതെയാണ് VD സതീശൻ വീണ്ടും ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി വലിയ ഒരു അടുത്ത സൗഹൃദമുണ്ടാക്കി അവരെ വെള്ളപൂശി അവരുടെ വർഗീയ നിലപാടുകൾ കണ്ടില്ലെന്ന് നടിച്ച് ഈ ഒരു സൗഹൃദമുണ്ടാക്കി മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായി ഈ മതന്യൂനപക്ഷങ്ങളുടെ രക്തക്കറയുള്ളവരെയൊക്കെ ആ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ വീണ്ടും അധികാരത്തിൽ വരും, ഇന്ത്യൻ സാഹചര്യത്തിലേതൊക്കെ പോലെ അധികാരത്തിൽ വരും എന്ന ഒരു വിലയിരുത്തൽ
പൊതുവിൽ ഉണ്ടായിരുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ ഹാൻഡിലുകളെല്ലാം നിരന്തരം ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി രംഗത്ത് വന്നിരുന്നു. ആ ഘട്ടത്തിൽ പോലും UDF അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന, നിങ്ങൾക്കിതൊരു പാഠമാണ്, അവിടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ, അവിടുത്തെ മതനിരപേക്ഷ ജനത, അവിടുത്തെ ദേശീയ പ്രസ്ഥാനം തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അത് ഒരു പാഠമായി കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതേ കാര്യങ്ങൾ ഈ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ചുകൂടെ വിശദമായി ഇന്നത്തെ പരിപാടിയിൽ KT ജലീലും വിശദീകരിക്കുകയുണ്ടായിരുന്നു. ഈ ഒരു ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം, ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ അതിലെ ഇടപെടലുകൾ, അവരുടെ പങ്ക്, അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയത്, ഇതെല്ലാം ഇന്നത്തെ പ്രസംഗത്തിൽ KT ജലീലും വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇന്ന് VD സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കേരളത്തിലെ UDF നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.